മക്കളോറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കേറ്ററ്റിന്റെ റിസൾട്ട് വന്നു. ഇനി അടുത്തത് കേറ്ററ്റിന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കൈകളിൽ എത്തണം അല്ലെ. അപ്പൊ എപ്പോഴാണ് ഇതിന്റെ വെരിഫിക്കേഷൻ ഉണ്ടാകുക, എങ്ങനെയാണ് ഇത് അറിയുക, എന്തെല്ലാം കാര്യങ്ങളാണ് അതിനകത്ത് വേണ്ടത് എന്ന് പല കുട്ടികളും മെസ്സേജ് അയക്കേണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ എക്സാം എഴുതിയിട്ട് ഇതുവരെ സർട്ടിഫിക്കറ്റ് കിട്ടാത്ത ആളുകളുണ്ട്. അപ്പോ ചില അശ്രദ്ധ കൊണ്ട് എന്താണ് സർട്ടിഫിക്കറ്റ് ചിലപ്പോൾ വൈകിയേക്കാം, കിട്ടാതിരുന്നേക്കാം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ റിസൾട്ട് വന്നു, നിങ്ങൾ കേട്ടിട്ട് പാസ്സായി, ഓക്കെ ഫൈൻ, നല്ല കാര്യം. പക്ഷെ ഇനി സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അതെല്ലാം നേരത്തെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. ആദ്യം നമുക്കറിയാം, പാസ്സായി കഴിഞ്ഞാൽ ഉള്ള അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് വെരിഫിക്കേഷൻ ആണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ നമ്മുടെ ക്വാളിഫിക്കേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ആഡ് ചെയ്ത് മാത്രമേ പോയിട്ടുള്ളൂ. ആ ക്വാളിഫിക്കേഷന്റെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ആണ് ഇനി എന്ത് ചെയ്യാൻ പോകുന്നത്, നടക്കാൻ പോകുന്നത്. അത് എപ്പോഴാണ് എന്നുള്ളതാണ് ചോദ്യം. സാധാരണ നിലയ്ക്ക് റിസൾട്ട് വന്നാൽ ഒരു 2 വീക്സ് മുതൽ ഒരു 1 മന്ത് ആ ഒരു ടൈമിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്, വെരിഫിക്കേഷൻ വരാറുണ്ട് സാധാരണ നിലയ്ക്ക്. അപ്പോൾ അത് എങ്ങനെയാണ് അറിയുക എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഓരോ ഡി ഓഫീസുകൾക്ക് കീഴിലും എന്തുണ്ടാകും, വെരിഫിക്കേഷൻ ഉണ്ടാകും. മറ്റേത് നമ്മളിപ്പോൾ കേറ്റിട്ട് പരീക്ഷ നോട്ടിഫിക്കേഷൻ ആകട്ടെ, സംഭവങ്ങളാകട്ടെ, നമ്മൾ ഒരുമിച്ച് ആണ് അറിയുന്നത് അല്ലെ, വെബ്സൈറ്റിൽ അറിയും ആ ഒരു രൂപത്തിൽ. പക്ഷെ ഇത് അങ്ങനെയല്ല, ഓരോ ഡി ഓഫീസ് ഉണ്ടാവും, ഓരോ ഡിസ്ട്രിക്റ്റിലും ഓരോ ഡി ഓഫീസ് ഉണ്ടാവും. അവിടെ വെച്ചിട്ടാണ് വെരിഫിക്കേഷൻ നടക്കുന്നത്. അപ്പൊ നമ്മൾ എക്സാം എഴുതിയിട്ടുള്ള സെന്റർ ഏത് ഡിയോയുടെ കീഴിലാണോ അവിടെ ആയിരിക്കും എന്തുണ്ടാകുക, വെരിഫിക്കേഷൻ ഉണ്ടാകുക. അത് എങ്ങനെ അറിയുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പത്രങ്ങളിലൂടെ അറിയാം. അത് ഓരോ ഡി ഓഫീസും അറിയിക്കും, ഇന്ന ദിവസം എന്ത് ചെയ്യുന്നുണ്ട്, വെരിഫിക്കേഷൻ നടക്കുന്നുണ്ട് എന്നുള്ളത് അറിയാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് കിട്ടുന്ന, കുട്ടികൾ ഷെയർ ചെയ്ത് തരുന്ന, നമുക്ക് ഇൻഫർമേഷൻ ആയിട്ട് കിട്ടുന്ന വെരിഫിക്കേഷൻ നമ്മൾ കുട്ടികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. പല നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോഴാണ് പല കുട്ടികളും അയ്യോ ഇത് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ സാർ എന്നൊക്കെ പറഞ്ഞു വരുന്നത്. കാരണം ചിലപ്പോൾ പത്രത്തിൽ ശ്രദ്ധിച്ചു കൊള്ളണമെന്നില്ലല്ലോ, പത്രത്തിൽ ശ്രദ്ധിച്ചു കൊള്ളണമെന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് എന്ത് ചെയ്യാറുണ്ട്, കുട്ടികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് പത്രം നോക്കാൻ അല്ലെങ്കിൽ പത്രത്തിലൂടെ അറിയാൻ പ്രയാസമുള്ള ആളുകളാണ് എങ്കിൽ നമ്മുടെ ഈ വെരിഫിക്കേഷന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയുന്നതിന് വേണ്ടി ഒരു വാട്സപ്പ്, ഫ്രീ കമ്മ്യൂണിറ്റി വാട്സപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ എന്ത് ചെയ്യാം, ഇതേപോലെ കിട്ടുന്ന വെരിഫിക്കേഷന്റെ അപ്ഡേഷൻസ് നിങ്ങളെ അറിയിക്കുന്നതാണ്. ഒപ്പം നിങ്ങൾ പത്രം കൂടി നോക്കിക്കഴിഞ്ഞാൽ നല്ലതാണ്. അതുപോലെ തന്നെ വേറൊരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡി ഓഫീസിന്റെ നമ്പർ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതും വേണമെങ്കിൽ ഗ്രൂപ്പിൽ എന്ത് ചെയ്യാം, ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് തരാം. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് ചോദിച്ചപ്പോഴാണ് വെരിഫിക്കേഷൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളും പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, ഇനി ഒന്നുമില്ലെങ്കിൽ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ്, നമുക്ക് കിട്ടുന്ന കേരള വെരിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഈ ഒരു വാട്സപ്പിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് തരാം. അപ്പൊ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വെരിഫിക്കേഷൻ അറിയാതെ പോകരുത്. അറിയാതെ പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു വെരിഫിക്കേഷനിലായിരിക്കും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പൊ PSC പരീക്ഷകൾക്ക് ചിലപ്പോ അപ്ലോഡ് ചെയ്യാൻ മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഇതില്ലെങ്കിൽ പണിയാകും. അപ്പൊ അതുകൊണ്ടാണ് ആ സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുക. അപ്പൊ ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഞങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൂടി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യാം, ആ ലിങ്കിൽ ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് അതിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി എന്താണ് വെരിഫിക്കേഷന് വേണ്ടത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മുടെ SSLC മുതലുള്ള സർട്ടിഫിക്കറ്റ്സുകൾ വേണ്ടി വരും. ചിലപ്പോൾ ഏതാണ് നിങ്ങൾ ക്വാളിഫിക്കേഷൻ വേണ്ടത്, ആ ഒരു കേരറ്റ് 1 ക്വാളിഫിക്കേഷൻ വേണം അല്ലെ, DLED സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ വേണം. അപ്പൊ അതിന്റെ സർട്ടിഫിക്കറ്റുകൾ ഒറിജിനൽ പ്ലസ് കോപ്പിയും നമ്മുടെ കയ്യിൽ ഉണ്ടാകണം. ഓക്കെ, ഒറിജിനൽ ഉണ്ടാകണം, അതിന്റെ ഫോട്ടോ കോപ്പിയും നമ്മുടെ കയ്യിൽ ഉണ്ടാകണം. സർട്ടിഫിക്കറ്റ്സ് ഏതൊക്കെയാണോ അതിന്റെ കേട്ടോ. അപ്പൊ ലാംഗ്വേജ് ആണെങ്കിൽ ആ ലാംഗ്വേജിന്റെ സർട്ടിഫിക്കറ്റ് ആണോ അത് നമ്മുടെ കൈകളിൽ വേണം. ദെൻ അടുത്തത് വേണ്ടത് എന്താണ്, നമ്മുടെ അഡ്മിഷൻ കാർഡാണ്. ഹോൾ ടിക്കറ്റ് ഉണ്ടല്ലോ, അത് നമ്മുടെ കയ്യിൽ വേണം. അതിനകത്ത് എന്താണ്, ഇൻവിജിലേറ്റർമാർ സൈൻ ചെയ്തിട്ടുള്ള, പ്രത്യേകം ശ്രദ്ധിക്കുക, ഇൻവിജിലേറ്റർമാർ സൈൻ ചെയ്തിട്ടുള്ള അഡ്മിറ്റ് കാർഡ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ അടുത്തത് വേണ്ടത് മാർക്ക് ലിസ്റ്റ് ആണ് കേട്ടോ. ആ മാർക്ക് ലിസ്റ്റ്, ഈ അഡ്മിഷൻ ടിക്കറ്റ് ഒക്കെ ചില കുട്ടികൾ പരീക്ഷ കഴിയുമ്പോൾ തന്നെ എന്ത് ചെയ്യും, അങ്ങനെ വലിച്ചെറിഞ്ഞ് കളയുന്ന അങ്ങനെയൊക്കെ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കും. അതൊക്കെ നിങ്ങളുടെ കൈകളിൽ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പൊ അത് നിങ്ങൾ എടുത്ത് വെക്കുക. പിന്നെ മാർക്ക് ലിസ്റ്റ് കേട്ടോ, അതായത് ഇപ്പൊ നിങ്ങളുടെ കേറ്ററ്റിന്റെ റിസൾട്ട് വന്നല്ലോ, ആ റിസൾട്ട്, ആ കേറ്ററ്റിന്റെ ആ റിസൾട്ട് വന്ന ആ ഒരു മാർക്ക് ലിസ്റ്റ് കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. പിന്നെ മാർക്കിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിനാവശ്യമായിട്ടുള്ള കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യുക, കയ്യിൽ സൂക്ഷിക്കുക. അപ്പൊ ചില ഡി ഓഫീസുകളിൽ SSLC ബുക്ക് കാണിച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് നിങ്ങൾ എന്ത് വിളിച്ച് കൺഫേം ചെയ്യേണ്ടതുണ്ട്. എന്തായിരുന്നാലും നിങ്ങൾ എന്ത് ചെയ്യാം, ഇതിന്റെ ഒരു സർട്ടിഫിക്കറ്റ് കൂടി. ഇപ്പൊ നമുക്കറിയാം 82 മുതൽ എന്താ പറയാ,
89, 90 വരെ മാർക്കുള്ളവർക്ക് ഇതിന്റെ എന്ത് സർട്ടിഫിക്കറ്റ് 89 വരെ കേട്ടോ. 82 മുതൽ 89 വരെ മാർക്കുള്ളവർക്കാണ് എന്ത് വേണ്ടത്, ഈ പറഞ്ഞ മാർക്കിളവിന്റെ സർട്ടിഫിക്കറ്റ് കൂടി ഒന്നുമില്ല കമ്മ്യൂണിറ്റിയോ അല്ലെങ്കിൽ നോൺ ക്രിമിനലോ നമ്മൾ കാണിക്കേണ്ടി വരുന്നത്. പിന്നെ 90 മുകളിലുള്ള ആളുകളാണെങ്കിൽ എന്ത് വേണ്ട, ഒരു ഇതിന്റെ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യം ഇല്ല. ഓക്കെ, ഇപ്പോ ഒരാളൊരു OBC ആണെന്ന് വിചാരിക്കുക, OBC ആണ്, പക്ഷെ അയാൾക്ക് 92 മാർക്ക് ഉണ്ട് എങ്കിൽ എന്ത് ചെയ്യേണ്ട, മാർക്കിളവിന്റെ സർട്ടിഫിക്കറ്റ് വേണ്ട. മനസ്സിലാവുന്നുണ്ടോ? കാരണം അതിനേക്കാൾ ഹൈ മാർക്കാണല്ലോ കിട്ടിയിരിക്കുന്നത്, അപ്പൊ അതിന്റെ ആവശ്യമില്ല. പക്ഷെ ഒരാള് OBC ആണ്, 83 മാർക്ക് ആണെങ്കിൽ അതിന്റെ ആ മാർക്കിളവിന്റെ ആവശ്യമായിട്ടുള്ള കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് കൂടി നമ്മൾ കാണിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യാം, സെറ്റ് ചെയ്ത് വെക്കുക. പിന്നെ അവർ പറഞ്ഞിട്ടുള്ള ഡേറ്റ് ഉണ്ടാവും. ഇപ്പൊ ഓരോ കാറ്റഗറിക്കും ഓരോ ഡേറ്റ് ഇങ്ങനെ പറയും, കാറ്റഗറിക്ക് 1 ഇന്ന ഡേറ്റ് മുതൽ ഇന്ന സമയം വരെ. അതൊന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക കേട്ടോ. അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. അപ്പൊ അവർക്കും സൗകര്യമായിരിക്കും, നമുക്കും സൗകര്യമായിരിക്കും. ഇനി ഇതേപോലെ തന്നെ നേരത്തെ കേട്ടിട്ട് കഴിഞ്ഞിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കും വെരിഫിക്കേഷനുള്ള അവസരം എന്ത് ചെയ്യാറുണ്ട്, സാറിന്റെ ഓഫീസുകളിൽ നിന്ന് നൽകാറുണ്ട്. ഈ ഒരു വെരിഫിക്കേഷനോടൊപ്പം പഴയ കുട്ടികൾക്കും കൂടി നൽകാറുണ്ട്. അപ്പൊ നിങ്ങൾ ആ ഒരു ഡീറ്റെയിലും കൂടി എന്ത് ചെയ്യാം, ശ്രദ്ധിക്കുന്നതാണ്. ഇതിന്റെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ നമുക്കൊരു എന്ത് ചെയ്യും, ഇതിന്റെ സർട്ടിഫിക്കറ്റ് വിതരണം, ഒറിജിനൽ സർട്ടിഫിക്കറ്റും അതും DO ഓഫീസിൽ നിന്ന് തന്നെയാണ് നമുക്ക് പത്രത്തിലൂടെ അറിയാൻ സാധിക്കും. അപ്പോൾ വിതരണം ചെയ്യുന്ന ആ ഒരു സമയത്ത് പോയിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യണം, കൈപ്പറ്റിയാൽ മതി കേട്ടോ. 1 മാസം കഴിയിട്ട് 2 മാസം കഴിയിട്ട് 3 മാസം കഴിയട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഫൈൻ കൂടി നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് വേണ്ടി അടക്കേണ്ടതായിട്ട് വരും. അത് നോട്ടിഫിക്കേഷനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനൊന്നും നിൽക്കേണ്ട, സർട്ടിഫിക്കറ്റ് വിതരണം വന്നിട്ടുണ്ടെങ്കിൽ നേരത്തെ തന്നെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ പോയിട്ട് വാങ്ങാം. അപ്പൊ ഇത് നമുക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ നമ്മൾ ഇതിന്റെ ഇൻഫർമേഷൻ ആണ് ഒരു പ്രശ്നം വരുന്നത്. അതായത് ഇത് എങ്ങനെ എപ്പോ എവിടെയാണെന്നുള്ളത്. സോ നിങ്ങൾ ഈ ഒരു വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേഷൻസ്, ഞങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ്, ഞങ്ങൾക്ക് കിട്ടുന്ന അപ്ഡേഷൻസ് തീർച്ചയായിട്ടും നിങ്ങൾ കൂടി എന്ത് ചെയ്ത് തരാം, ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. പിന്നെ ആ ഒരു ഫോൺ നമ്പർ കൂടി നിങ്ങളുടെ കയ്യിൽ, DO ഓഫീസിന്റെ ഫോൺ നമ്പർ കൂടി കയ്യിൽ വെക്കുക. അവരോടൊക്കെ എപ്പോഴാണ് ഇതിന്റെ വെരിഫിക്കേഷൻ എന്ന് ചോദിക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ ഡീറ്റെയിൽസ്. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഞാൻ നേരത്തെ വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് PSC അപ്ലൈ ചെയ്യുന്നതിന് സർട്ടിഫിക്കറ്റിന്റെ നിലവിൽ ആവശ്യമില്ല. നമ്മുടെ ആ ഒരു കേറ്ററ്റിന്റെ മാർക്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്താൽ മതി, PSC പ്രൊഫൈൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുന്നവരിപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അറബിക്കിന്റെ ഒരു LP വിളിച്ചിട്ടുണ്ട് അല്ലെ, പല കുട്ടികൾക്ക് അത് അറിയില്ല. അപ്പോൾ അവർ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ലല്ലോ എന്ന് വേണ്ട, ആ ഡീറ്റെയിൽസ് വെച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. PSC ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ അവർ നിർബന്ധമായിട്ട് ചെയ്തു കൊടുക്കണം, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ റിജക്റ്റഡ് ആവും. ഓക്കെ, അപ്പൊ അതുപോലെ ഇനി വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ ഉണ്ട് അല്ലെ, സ്വിങ്ങിന്റെ ആയിരുന്നാലും ഡ്രോയിങ്ങിന്റെ ആയിരുന്നാലും JLTയുടെ ആയിരുന്നാലും ഹിന്ദിയുടെ ആയിരുന്നാലും ഒക്കെ വിളിക്കുന്നുണ്ട്, HSC അറബി ആയിരുന്നാലും. സോ അതിനൊക്കെ എന്താണ് അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് എന്താണ് നിലവിൽ ഇത് പാസ് ആയിട്ടുണ്ട്, ക്വാളിഫൈഡ് ആയിട്ടെന്നുള്ള ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്യണം, PSC പ്രൊഫൈലിൽ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ തന്നെ നമ്മുടെ അക്ലോറയിൽ ഇതിന്റെയൊക്കെ ബാച്ചസ് നടക്കുന്നുണ്ട്. എന്താണ് ഒരുപാട് പേര് കഴിഞ്ഞ ഷോർട്ട് ലിസ്റ്റിൽ വന്നു, ജോലി കിട്ടി, സർവീസിൽ കയറിക്കൊണ്ടിരിക്കുന്നു, ഇനിയും അഡ്വൈസ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപാട് സന്തോഷം, നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. സത്യത്തിൽ അവരിങ്ങനെ ഫസ്റ്റ് ചില കുട്ടികളൊക്കെ ആദ്യം സാറിനെ വിളിച്ചാണ് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ വിളിച്ചാണ് പറയുന്നത്, കാരണം ആ ഒരു സന്തോഷത്തിന് കാരണം നിങ്ങളാണെന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിൽ തൊട്ട് പറയണം, ഒരുപാട് സന്തോഷം. തീർച്ചയായിട്ടും നിങ്ങളൊരു എഫേർട്ട് കൊണ്ട് തന്നെയാണ് ഇത് നിങ്ങൾ നേടിയെടുത്തിട്ടുള്ളത്. അതിനകത്ത് എന്തെങ്കിലും ഒരു ഗൈഡൻസ് സംഭവങ്ങളോ നൽകാൻ പറ്റി എന്നതുള്ളിൽ നമുക്ക് സന്തോഷമുണ്ട്, അക്ലോറ ടീമിന് സന്തോഷമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, അതിന് വരുന്ന കുട്ടികൾക്കും ഇതേപോലെ സർക്കാർ സർവീസിൽ കയറുവാനും ഒരു സ്ഥിരം ജോലി നേടിയെടുക്കുവാനും അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാനും സാധിക്കട്ടെ. അപ്പോൾ അതിന്റെ അപ്ഡേഷൻസൊക്കെ നിങ്ങളെ ചാനലിലൂടെ അറിയിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അത് ജോയിൻ ചെയ്യുക, ഇതിന്റെ വെരിഫിക്കേഷൻ അപ്ഡേഷൻസ് ഒക്കെ അറിയാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.